കേരളത്തിലെ രണ്ട് പ്രമുഖരായ മന്ത്രിമാരുടെ ഭാര്യമാർ സ്വപ്ന സുരേഷുമായി ചേർന്ന് തിരുവനന്തപുരത്തെ പല ജ്വല്ലറികളിലും പോയി ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കും, മന്ത്രി പത്നിമാർക്കും, മന്ത്രി പുത്രന്മാർക്കും ഈ സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇതിന് CPM എന്താ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നത്? അപ്പൊ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നു, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മാറി നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അന്വേഷണം എത്തുമെന്നും മുഖ്യമന്ത്രിക്ക് ഇതിൽ റോൾ ഉണ്ടെന്നും ഈ അഴിമതിയുടെ മുഴുവൻ കിങ് പിൻ മുഖ്യമന്ത്രിയാണ് എന്നും എത്രയോ ദിവസം മുൻപ് ഞങ്ങൾ പറഞ്ഞതാണല്ലോ. ക്ലിഫ് ഹൗസിൽ ഇടിവെട്ടി CCTV ക്യാമറകൾ നശിച്ചു എന്ന് മുഖ്യമന്ത്രി എത്ര ദിവസം മുൻപ് പറഞ്ഞു? എന്താ മുഖ്യമന്ത്രി മുൻകൂർ ജാമ്യം എടുക്കാൻ കാരണം? സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും മാത്രമായി ചില ഇടിവെട്ടൽ ഉണ്ടായല്ലോ. തിരുവനന്തപുരത്ത് മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത ഇടിവെട്ടൽ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും മാത്രം എങ്ങനെ ഉണ്ടായി? ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ കത്തി നശിക്കുന്നു. വളരെ ദുരൂഹമായിട്ടുള്ള. ഇപ്പൊ ഫോറൻസിക് റിപ്പോർട്ട് വന്ന സമയത്ത് ഇവരെന്താ പറഞ്ഞത്? ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് മുൻപ് ഒരു ഉന്നതതല സമിതി ഉണ്ടാക്കി ഫയൽ നശിച്ചത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ്, സെക്രട്ടറിയിൽ തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് എന്ന ഒരു രേഖയുണ്ടാക്കാൻ അവർ ശ്രമിച്ചില്ലേ? ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? ഫോറൻസിക് പരിശോധന കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോ പിന്നെ എന്തായിരുന്നു ഒരു നിലപാട്? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ, അതുപോലെ തന്നെ CCTV ക്യാമറ അടക്കമുള്ള ഫൂട്ടേജിലടക്കം നശിപ്പിക്കാൻ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടന്നു. ഞാൻ നേരത്തെ ഗോപികൃഷ്ണൻ ഓർമ്മയുണ്ടാവും, ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം, മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ മകളുടെ വിവാഹത്തിന്റെ അൺഎഡിറ്റഡ് വീഡിയോ പുറത്തുവിടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ അതിന് മറുപടി ഉണ്ടായിട്ടില്ല. ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് സ്വപ്ന സുരേഷ് ഫർണിച്ചർ സമ്മാനം വാങ്ങി നൽകിയോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വേണം. തിരുവനന്തപുരത്ത് ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോയി സ്വപ്ന സുരേഷ് ഫർണിച്ചർ വാങ്ങി മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് സമ്മാനിച്ചോ എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. അവർ ആ ചോദ്യത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കൃത്യമായി പറയുന്നു, ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട്. സ്വപ്ന സുരേഷുമായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് അടുത്ത ബന്ധമാണുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ 24 ചാനലിലൂടെ പറയാം. കേരളത്തിലെ രണ്ട് പ്രമുഖരായ മന്ത്രിമാരുടെ ഭാര്യമാർ സ്വപ്ന സുരേഷുമായി ചേർന്ന് തിരുവനന്തപുരത്തെ പല ജ്വല്ലറികളിലും പോയി ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലും പോയി ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കും, മന്ത്രി പത്നിമാർക്കും, മന്ത്രി പുത്രന്മാർക്കും ഈ സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ശിവശങ്കറിനും അതേ ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ശിവശങ്കറിനെ മുഖ്യമന്ത്രി പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, മുഖ്യമന്ത്രി ഇപ്പോ ശിവശങ്കറിന്റെ മൊഴിയുണ്ട്. സ്വപ്ന സുരേഷിനെ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് സംബന്ധിച്ച് ശിവശങ്കർ NIAക്ക് കൊടുത്ത മൊഴി എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ മൊഴി അതുകൂടി കോടതിയിൽ വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.